ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൽ ഒക്കെ ഉണ്ടാകുന്ന വിത്തുകൾ ഉണ്ടാകുന്ന ഒരു രീതിയും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ ഏത് രീതിയിലാണ് നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ടത് എന്നൊരു രീതിയും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അഡീനിയം പ്ലാന്റ്സിൽ നല്ല വെയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും, അതായത് ഒരു ജനുവരി ആ ഒരു മാസമൊക്കെ തൊട്ട് തുടങ്ങും നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങാൻ. ചില സമയത്ത് ഡിസംബറോട് കൂടിയൊക്കെ പകുതിയോടൊക്കെ ആകുമ്പോഴത്തേനും ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോഴും നല്ല രീതിയിലൊക്കെ പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ പൂക്കളുണ്ടായിട്ട് ഇതുപോലെ പൊഴിയുന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ അഡീനിയത്തിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടായി വരുന്നത്. എന്നിട്ട് ഈ കാണുന്ന രീതിയിലാണ് ആദ്യമായിട്ട് അഡീനിയത്തിൻ്റെ വിത്തുകൾ ആയി വരുന്നത്. ഒരു 2 ആനക്കൊമ്പിൻ്റെ ഷേപ്പിലായിട്ടാണ് അഡീനിയത്തിൻ്റെ വിത്തുകൾ ഇരിക്കുന്നത്. എന്നിട്ട് ഈ കാണിക്കുന്നതെല്ലാം അഡീനിയത്തിൻ്റെ വിത്തുകളുടെ ഓരോ സ്റ്റേജിലെ വളർച്ചയാണ്. സാധാരണയായി അഡീനിയം പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ വിത്തുകളൊക്കെ ധാരാളം ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള സിംഗിൾ പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളിലൊക്കെയാണ്. എന്നാലും മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളിലും ഇതുപോലെ വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടാറുണ്ട്. എന്നാലും നമ്മൾ ആ ഉണ്ടാകുന്ന അതേ വിത്തുകളിൽ തന്നെ ഫ്ലവറിങ് തന്നെ അതിലാവണം എന്നില്ല. എന്നാൽ സിംഗിൾ പെറ്റലിൽ നമ്മൾ ഈ വിത്തുകളൊക്കെ പാകി കിട്ടുന്ന തൈകൾ അതേ കളറിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു അഡീനിയം പ്ലാന്റ്സിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായാൽ മാത്രമേ വിത്തുകൾ ഉണ്ടാകൂ എന്ന് മാത്രം കരുതരുത്. ചില പ്ലാന്റ്സിലൊക്കെ ഒരു പൂവുണ്ടായി കൊഴിയുന്ന ഭാഗത്ത് തന്നെയും വിത്തുകൾ ഉണ്ടായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലൊക്കെ മെയിനായിട്ട് വിത്തുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെടികളിലൊക്കെ ബട്ടർഫ്ലൈസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുമ്പോൾ ഒരു പോളിനേഷൻ നടക്കും. ആ ഒരു പോളിനേഷനിലൂടെ മാത്രമേ നമുക്ക് അഡീനിയം പ്ലാന്റ്സിലൊക്കെ വിത്തുകൾ ഉണ്ടായി കിട്ടുകയുള്ളൂ. അഡീനിയം പ്ലാന്റ്സിലൊക്കെ വിത്തുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ വിത്തുകൾ ആ ഒരു പ്ലാന്റിൽ നിലനിർത്താവൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിത്തുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ചെടിയിലെ ഊർജ്ജം മൊത്തം അതിലേക്ക് പോകും. പിന്നീട് ആ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന പൂക്കളുടെ എണ്ണം നമുക്ക് കുറവായിരിക്കും കേട്ടോ കിട്ടുന്നത്. അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ പാകമായി കഴിയുമ്പോൾ ഇത് പൊട്ടിക്കീറിയിട്ട് ഇതിനകത്ത് അപ്പൂപ്പൻ താടി പോലെയുള്ള വിത്തുകളാണ് ഉള്ളത്. അതങ്ങനെ പൊട്ടിക്കീറി വരുമ്പോൾ നമുക്കതൊക്കെ കാറ്റത്തങ്ങ് പറന്നു പോകും. നമ്മൾ കാണാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീഡെല്ലാം നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിത്തുകളിൽ വിളയുന്നതിന് മുന്നേ തന്നെ, അതായത് ഈ ഒരു പരുവമൊക്കെ ആവുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഒരു വിത്തുകൾ നമ്മൾ ഇതുപോലെ കെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വിളഞ്ഞിട്ട് ഈ ഒരു വിത്തുകൾ പൊട്ടുന്ന സമയത്ത് ഈ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരുപാട് അങ്ങ് മുറുക്കി ഇട്ട് വെക്കാനായിട്ട് ശ്രമിക്കരുത്. അതുമാത്രമല്ല, എന്നാൽ ഒരുപാട് ലൂസും ആയി പോകരുത്. അഡീനിയം വിത്തുകൾ പാകമായി എന്നറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിത്തുകളുടെ ഈ ഒരു കളറിൽ നിന്നും ഒരു ബ്രൗൺ കളറിലേക്ക് വിത്തുകൾ മാറിയിരിക്കും. അഡീനിയം വിത്തുകൾ പൊതുവേ എപ്പോഴും ഇതുപോലെ 2 എണ്ണമായിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു വിത്തിനകത്ത് തന്നെ ഒരുപാട് വിത്തുകൾ അകത്തുണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. ഏകദേശം ഒരു 50-60 വിത്തുകളോളം തന്നെ ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ വിത്തുകളായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കാണുന്ന വിത്തുകളുടെയൊക്കെ വലിപ്പം അനുസരിച്ചാണ് കേട്ടോ ഇതിനകത്തുള്ള വിത്തുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും നിൽക്കുന്നത്. ഇതിനകത്തുള്ള വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളാകണമെന്നില്ല. എന്നാൽ ചിലതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ അഡീനിയം പ്ലാന്റ്സിലൊക്കെ തന്നെ ഈ പ്രാവശ്യവും ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ടും വെള്ള സിംഗിൾ പെറ്റലിൻ്റെയും അതുപോലെ തന്നെ പിങ്ക് സിംഗിൾ പെറ്റലിൻ്റെയും അഡീനിയം പ്ലാന്റ്സിലൊക്കെയാണ് വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള വിത്തുകൾ പാകി കിളിർക്കുന്ന തൈകളാണ് ഞാൻ എൻ്റെ ചാനൽ വഴി എല്ലാവരിലേക്കും ഏറ്റവും വിലക്കുറവിൽ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള സിംഗിൾ പെറ്റലാണ് നമുക്ക് വിലക്കുറവിൽ കിട്ടുന്നതെങ്കിലും നമ്മളത് വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അഡീനിയം പ്ലാന്റുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി പെറ്റലിൻ്റെ പല കളറിൽ അഡീനിയം പ്ലാന്റ്സുകൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിംഗിൾ പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ പാകിയ തൈകൾ കിട്ടുമ്പോൾ ഇതുപോലെ കളക്ട് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6-7 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റിലേക്ക് പുതിയ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. എൻ്റെ അഡീനിയം പ്ലാന്റ്സിലെ വിത്തുകളൊന്നും തന്നെ ഞാൻ സെയിൽ ചെയ്യുന്നില്ല. ഇതെല്ലാം എനിക്ക് തൈകളാക്കി എടുത്തിട്ട് ഇതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഏറ്റവും വിലക്കുറവിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം വളർത്തിയെടുക്കുന്നത്. അപ്പോഴേ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ വീഡിയോ ഫുള്ള് കാണാനായിട്ട്. അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ പാകമായി കഴിയുമ്പോൾ ദാണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആയി കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് വിത്തുകളുള്ളത്. ഈ ഒരു വിത്തിൻ്റെ 2 സൈഡിലായിട്ട് അപ്പൂപ്പൻ താടികൾ പോലെയുള്ള ഒരിത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കെട്ടി വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ വിത്തുകളെല്ലാം തന്നെ ഇത് പാകമായി കഴിയുമ്പോഴും നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോഴേതാണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വിത്തുകളെല്ലാം കിട്ടുന്നത്. ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളും ഉണ്ട്, അല്ലാതെ തന്നെയുള്ള കൊച്ചു വിത്തുകളൊക്കെ കണ്ടോ അതൊക്കെ നമുക്ക് നഷ്ടമാണ്. ആ വിത്തുകളൊന്നും പാകിയാൽ തന്നെ കിളിർത്ത് കിട്ടുന്നതായിരിക്കില്ല. വിത്തുകളൊക്കെ പാകമായി കിട്ടിയാൽ തന്നെ നമ്മൾ അധികം താമസിക്കാതെ തന്നെ ആ വിത്തുകളൊക്കെ പാകി കിളർപ്പിക്കേണ്ടതാണ്. ഒരുപാട് കാലതാമസം എടുത്തു കഴിഞ്ഞാൽ ഈ വിത്തുകളൊക്കെ നല്ല രീതിയിൽ കിളർത്ത് കിട്ടുകയില്ല. അപ്പോൾ കഴിവതും ഒരുപാട് കാലതാമസം എടുത്ത് കിട്ടുന്ന വിത്തുകൾ നിങ്ങൾ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിച്ച് തൈകളാക്കി എടുക്കാനെ കൊണ്ട് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകളും ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണം. അപ്പോൾ ലൈക്ക് ഇടാൻ വേണ്ടിയിട്ടും മറക്കരുത്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ.